കീം റാങ്ക് പട്ടിക അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. റാങ്ക് പട്ടിക പുതുക്കിയത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നും പുതുക്കിയ റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നും വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കീം പ്രതിസന്ധിയിൽ വിദ്യാർത്ഥികൾ നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാവശ്യപ്പെടുമെന്ന് അഭിഭാഷകൻ സുൽഫിക്കർ അലി. സീനിയർ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കേസിൽ ഹാജരാകുമെന്നും സുൽഫിക്കർ അലി പറഞ്ഞു. ഒന്നാമത് കാര്യം, ഈ സ്റ്റാൻഡേർഡൈസേഷൻ പ്രക്രിയ തന്നെ കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന സ്റ്റാൻഡേർഡൈസേഷൻ പ്രക്രിയ തന്നെ കേരളത്തിലെ സ്റ്റേറ്റ് സിലബസ് കുട്ടികളോട് കാണിക്കുന്ന ഒരു അനീതിയാണ്. ഞങ്ങളിപ്പോൾ നാളെ പെറ്റീഷൻ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചീഫ് ജസ്റ്റിസിൻ്റെ കോടതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേസ്. അത് മിക്കവാറും ഈ പറഞ്ഞ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് മെൻഷൻ ചെയ്യുക. ഈ മെൻഷൻ ചെയ്ത് കേസ് ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ ലിസ്റ്റ് ചെയ്ത് കിട്ടിയാൽ ഹർജി ഹിയറിങ്ങിന് പരിഗണിക്കുമ്പോൾ സർക്കാർ കവിയേറ്റ് ഫയൽ ചെയ്തുകൊണ്ട് ഈ കുട്ടികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ കേസ് നമ്മളോടൊപ്പം ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സജു തോമസ് വിശദാംശങ്ങൾ നൽകും. സജു, പെട്ടെന്നൊരു തീരുമാനവും നിലപാടും എടുക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് വേഗത്തിൽ സുപ്രീം കോടതി ഹർജി പരിഗണിക്കുമെന്ന് കരുതുന്നുണ്ടോ? എന്തായാലും അതാണ് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്തായാലും കീമിൽ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഇന്ന് അല്പസമയം മുൻപാണ് ഹർജി നൽകിയിരിക്കുന്നത്. റാങ്ക് പട്ടിക അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. പുതുക്കിയ റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നും ഹർജിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. റാങ്ക് പട്ടിക പുതുക്കിയത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഇന്ന് പ്രശാന്ത് ഭൂഷണാണ് സുപ്രീം കോടതിയിൽ ഹാജരാവുക. എന്തായാലും നാളെ ഇത് മെൻഷൻ ചെയ്യുമെന്നും ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ കൂടി സുപ്രീം കോടതിയിൽ ഇത് എടുക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും വിദ്യാർത്ഥികൾ എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പങ്ക് ഏറെ നിർണായകമാണ്. സർക്കാരും ഈ ഹർജിയിൽ കക്ഷി ചേരണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികൾ വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോയത്. അതിൽ 15 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജിയിൽ കക്ഷി ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ തീരുമാനം ഏറെ നിർണായകമാണ്. നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ സർക്കാർ ഇതിനോട് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത്. ശരി സജു.